ഹലോ ഗായ്സ്, സീക്രട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കാലിൻ്റെ നമ്മുടെ ചെറിയൊരു പെഡിക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ നല്ലൊരു നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് നന്നായിട്ട് നമ്മുടെ നെയിലിലുള്ള എല്ലാവിധ നെയിൽ പെയിൻസും നന്നായിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നല്ല വൃത്തിക്കാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം നമ്മുടെ കാല് കൊള്ളാത്ത രീതിയിലെടുത്ത് അതിനകത്ത് ഏതെങ്കിലും ഷാമ്പുവോ എന്തെങ്കിലും ഒന്ന് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി കല്ലുപ്പ്, സാധാ ഉപ്പല്ല, കല്ലുപ്പ് ഇടുക. അത് നമ്മുടെ കാലിൽ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ കാല് അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡേർട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു നെയിൽ കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയിലിൻ്റെ ചെയ്യാനുള്ള എന്തെങ്കിലും ടൂൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ അന്നേരം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് നന്നായിട്ട് വൃത്തിക്കെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നിൽ നിങ്ങൾ പ്യൂബിക് സ്റ്റോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതുപോലെ നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് ഗ്ലൗസ് ഉണ്ട്, അത് വെച്ചിട്ടോ നമ്മുടെ കാലിൻ്റെ ഉപ്പൂച്ചിയെല്ലാം നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലിലുള്ള കാൽക്കുലസും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസും എല്ലാം നല്ല രീതിയിൽ പോകും. എന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല രീതിയിൽ നിന്ന് കാല് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. വൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോർമലായിട്ടുള്ള വെള്ളത്തിലും കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് കുറച്ച് നേരം വയ്ക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു അഴുക്കെല്ലാം നന്നായിട്ട് പോകത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു പാക്ക് ഉണ്ടാക്കണം. നോർമലായിട്ട് ഇതൊന്നും ബ്രൈറ്റനിങ് വേണ്ടിയിട്ടല്ല, അല്ലാതുള്ളൊരു സാധാ പാക്കാണ്. ശകലം ബ്രൂ എടുക്കുക. ബ്രൂ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി എന്തെങ്കിലും എടുക്കുക. അതിനകത്തോട്ട് പിന്നെ മുൾത്താണി മിട്ടി, നിങ്ങൾക്ക് കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് മാത്രം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ അടുത്തെടുക്കുന്ന കടലമാവാണ്. അതൊരു 2-3 ടേബിൾ സ്പൂൺ എങ്കിലും നിങ്ങൾ അതിനകത്ത് ഇടണം. പിന്നെ അതിനകത്ത് ഉത്താൻ്റെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ പൗഡർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഹണി ഒരു ശകലം നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹണി ഉപയോഗിക്കുക. ഇത്രയും പ്രൊഡക്ട്സ് ഒന്നും എടുത്തില്ലെങ്കിൽ സാരില്ല, നിങ്ങൾക്ക് മാത്രം പറ്റുന്നുണ്ടോ അത് മാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന വാട്ടറാണ്. ചിലർക്ക് വേണമെങ്കിൽ കേർഡ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് എടുക്കാം. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാകണം. വാട്ടറി ടെക്സ്ചർ ആവരുത്, ഇതുപോലെ ഇച്ചിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് നിങ്ങളുടെ കാലിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇത് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കാലിൽ ഒരു എക്സ്ഫോളിയേഷൻ ഉണ്ടാവാനും. ഞാനിത് ആക്ച്വലി വൺസ് ഇൻ എ മന്ത് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. വീക്ക്ലി എങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് ഇത് ഫുള്ള് ഇച്ചിരി കാലിന് മുകളിലോട്ടുള്ള ഭാഗത്തും കൂടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാനിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറയാൻ സഹായിക്കും. ഞാനിതിപ്പം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്താണ് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഡിഫറൻസ് കാണാനായിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്കോ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത് ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു 10 to 15 മിനിറ്റ്സ് വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് കഴുകിയ വെള്ളത്തിൽ തന്നെ നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് സാധാ ഒരു വെള്ളത്തിലൂടെ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് ഡിഫറൻസ് കാണാൻ സാധിക്കും കേട്ടോ. ഞാനിത് വൺസ് ഇൻ എ മന്ത് ചെയ്തിട്ട് പോലും എൻ്റെ കാലിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടു. ബ്രൈറ്റ്നസ്സിന് ഭയങ്കര ബ്രൈറ്റ്നസ് അല്ല, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിടുന്ന സാൻഡലിൻ്റെ കൊണ്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ആണ് കാലിന് കിട്ടുന്നത്. ഈ ക്രീം എന്ന് പറയുന്നത് ആക്ച്വലി യൂറിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നിങ്ങൾക്ക് കോട്രിൽ എന്ന് പറയുന്ന ഒരു ക്രീം ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കൊടുക്കാം. ആ ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും. ഇത് നിങ്ങളുടെ കാലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിലുള്ള ഡെഡ് സ്കിൻസ് പോകാനും അതുപോലെ തന്നെ വിണ്ട് കീറുന്ന ഏർപ്പാടൊക്കെ മാറാനായിട്ടും നന്നായിട്ട് സഹായിക്കും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യും. ഇത് സുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പിങ്ക് കളർ നെയിൽ പോളിഷാണ്. അത് നെയിൽ പോളിഷ് ഞാൻ എപ്പോൾ അപ്ലൈ ചെയ്താലും അതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടോപ്പ് കോട്ടും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നാൽ മാത്രമേ ഗ്ലോസി ഫിനിഷ് കിട്ടുള്ളൂ. ഞാൻ കയ്യിലും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.